നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 14 ശനി, ചിങ്ങം 29 ഉത്രാട ദിനമാണ്. തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ അവസാനവട്ട ഒരുക്കങ്ങൾ നടത്തുന്ന ദിനം. ഇതിനൊപ്പം തന്നെ സജീവമായ വാർത്താ ദിനമായും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഓണാഘോഷത്തിമിർപ്പിൽ മലയാളക്കര. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. പൂക്കളവും സദ്യവട്ടവും ഒരുക്കാൻ വീടുകളിൽ തിരക്ക്. പ്രതീക്ഷയോടെ വിപണി. കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിൽ 4.5 വർഷത്തിലേറെ നീണ്ട വിചാരണ പൂർത്തിയായി. അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനുൾപ്പെടെ വിസ്തരിച്ചത് 261 സാക്ഷികളെ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നവംബറിൽ വിധി പറഞ്ഞേക്കും. താരസംഘടനയായ അമ്മയുടെ പിളർപ്പിന് തടയിട്ട് മുതിർന്ന അഭിനേതാക്കൾ. ട്രേഡ് യൂണിയൻ രൂപീകരണം കൂടിയാലോചനയ്ക്ക് ശേഷം മതി എന്ന് ഉപദേശം. അമ്മയെ സാംസ്കാരിക സംഘടനയാക്കി നിലനിർത്തിക്കൊണ്ട് ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത് ആലോചനയിൽ. ജമ്മുകശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. ഏറ്റുമുട്ടൽ ഉണ്ടായത് കിഷ്ത്വാറിലെ ഛത്രൂ മേഖലയിൽ. കത്വയിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. ബാരാമുള്ളയിലും ഏറ്റുമുട്ടൽ. അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി സീതാറാം യെച്ചൂരി. CPIM ആസ്ഥാനമായ AKG ഭവനിൽ ഇന്ന് പൊതുദർശനം. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അന്തിമോപചാരം അർപ്പിക്കും. മൃതദേഹം വൈകിട്ടോടെ ഡൽഹി എയിംസിന് മെഡിക്കൽ പഠനത്തിനായി കൈമാറും. വീണ്ടും കളം നിറയാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മദ്യനയ അഴിമതി കേസിൽ ജാമ്യം കിട്ടി ജയിലിൽ നിന്നിറങ്ങിയ കെജ്രിവാൾ ഇന്ന് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകും. സർക്കാരിന്റെ അനനയ നീക്കങ്ങൾക്ക് വഴങ്ങാതെ കൊൽക്കത്തയിലെ ഡോക്ടേഴ്സ്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം തുടരുന്നു. രാത്രി മഴയെ അവഗണിച്ചും സമരവേദിയിൽ എത്തിയത് 100 കണക്കിന് പേർ. സമരവേദികൾക്ക് സമീപം നിരീക്ഷണം കർശനമാക്കി പോലീസ്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ ആദ്യ സംഘം ഇന്ന് തിരിച്ചെത്തും. തിരികെ എത്തുന്നത് 3 മലയാളികൾ ഉൾപ്പെടെ 11 പേർ. കൊച്ചി സ്വദേശി റനിൽ തോമസ്, കൊല്ലം സ്വദേശി CB ബാബു, തൃശൂർ സ്വദേശി സന്തോഷ് ഷൺമുഖൻ എന്നിവർ നാടിന്റെ തണലിലേക്ക്. കലവൂർ കൊലപാതക കേസിൽ പോലീസ് തെളിവ് ശേഖരണത്തിലേക്ക്. പ്രതികളായ മാത്യു ശർമിള, റണോൾഡ് എന്നിവർക്കായി ചൊവ്വാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. കടവന്ത്ര സ്വദേശി സുഭദ്രയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതിൽ മറ്റാർക്കും പങ്കില്ലെന്ന നിഗമനം. കോഴിക്കോട് എഗലൂരിൽ ഗർഭസ്ഥ ശിശുവിന് പിന്നാലെ മാതാവ് മരിച്ചതിൽ കേസെടുത്ത് പോലീസ്. അശ്വതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ. ഡയമണ്ട് ലീഗ് ഫൈനലിൽ 1ാം സ്ഥാനം ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ നീരജ് ചോപ്ര ഇന്നിറങ്ങും. ജാവലിൻ ത്രോ ഫൈനൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:52. 2022 ഡയമണ്ട് ലീഗ് ഫൈനലിൽ 1ാം സ്ഥാനവും കഴിഞ്ഞ വർഷം 2ാം സ്ഥാനവും നേടിയിരുന്നു നീരജ് ചോപ്ര. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. മൂന്നാർ ചൊക്രമുടിയിലെ അനധികൃത നിർമ്മാണങ്ങൾ നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം. ഉത്തരവ് നടപ്പാക്കാൻ ജില്ലാ പോലീസ് മേധാവി പിന്തുണ ഉറപ്പാക്കണം. റവന്യൂ ഭൂമിയിലെ കയ്യേറ്റത്തിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഉത്സവകാലത്ത് മലയാളികൾക്ക് ആശ്വാസമായി റെയിൽവേ ഇടപെടൽ. ഓണക്കാലത്ത് 8 ട്രെയിനുകൾക്ക് അധിക കോച്ചുകൾ അനുവദിച്ചു. ദീപാവലി പ്രമാണിച്ചുള്ള ലോകമാന്യത്തിലെ കൊച്ചുവേളി സ്പെഷ്യൽ ട്രെയിനിന് കേരളത്തിൽ 12 സ്റ്റോപ്പുകൾ. തിരുവനന്തപുരത്ത് വീണ്ടും ഗുണ്ടാ വിളയാട്ടം. മിനി ലോറിയിൽ എത്തിയ സംഘം യുവാവിനെ ഇടിച്ചിട്ട ശേഷം ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റത് പെയിന്റിംഗ് തൊഴിലാളി ആകാശിന്. ഗുണ്ടാ സംഘം ബൈക്ക് തട്ടിയെടുത്തുവെന്നും പരാതി. പുലിപ്പേടിയിൽ ഇടുക്കി മുട്ടം നിവാസികൾ. പ്രദേശത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെന്ന നാട്ടുകാർ. പാലോട് ശുദ്ധജല പദ്ധതി കാടുമൂടിയ നിലയിൽ. 6 വർഷം മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ച ശുദ്ധജല പദ്ധതി 2 വർഷത്തോളമായി നിലച്ചു കിടക്കുകയാണ്. ജനപ്രതിനിധികൾ അടക്കമുള്ളവരോട് പറഞ്ഞു മടുത്തെന്ന നാട്ടുകാർ. കുറഞ്ഞ ചെലവിൽ വിനോദയാത്രയൊരുക്കി KSRTC കിളിമാനൂർ ഡിപ്പോ. മൂന്നാർ, ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ എന്നിവിടങ്ങളിലേക്കാണ് യാത്ര. പത്തനംതിട്ട ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയോട് അനുബന്ധിച്ച് ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 18-ന് കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. ദേശീയപാതയിൽ തുറവൂർ അരൂർ
യാത്രാനിരക്ക് കുറയ്ക്കാൻ അരുക്കുറ്റിയിൽ നിന്ന് എറണാകുളത്തേക്ക് ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസ് ഉണ്ടാകും. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനം. പോത്തൻകോട് അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലെ കീഴാവൂർ വാർഡിൽ 6 വനിതാ കൃഷിക്കൂട്ടങ്ങൾ ചേർന്ന് 6 ഏക്കറിൽ കൃഷിയിറക്കി. കീഴാവൂർ, തിരുവള്ളൂർ പ്രദേശവാസികൾക്ക് ഓണത്തിനാവശ്യമുള്ള വിഷരഹിത പച്ചക്കറികൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹരികുമാർ. ഓണത്തിന് നാടൊരുങ്ങിയിട്ടും ദുർഗന്ധത്തിലും മാലിന്യത്തിലും നിന്ന് ഒട്ടും മാറാതെ തിരുവല്ല നഗരസഭ സ്വകാര്യ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ശുചിമുറിയും പരിസരവും. ബസ് സ്റ്റാൻഡിലെത്തുന്നവർക്ക് മൂക്ക് പൊത്താതെ ഈ ഭാഗത്ത് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം. ഇടുക്കിയിലെ എഴുകുംവയൽ തൂവൽ വെള്ളച്ചാട്ടത്തിനെ അധികാരികൾ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന് നാട്ടുകാർ. വെള്ളച്ചാട്ടത്തിന്റെ അരികിലെത്താൻ സുരക്ഷിതമായ നടപ്പാത പോലുമില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപാകതകൾ പരിഹരിച്ച് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ തൂവൽ വെള്ളച്ചാട്ടത്തിൽ നടപ്പാക്കണമെന്ന് ആവശ്യം. ആലപ്പുഴ എടത്വയിൽ തോടുകളിലും നദികളിലും പോളശല്യം വീണ്ടും രൂക്ഷം. 2 കിലോമീറ്ററോളം ദൂരത്തിലാണ് പോള തിങ്ങിക്കിടക്കുന്നത്. പഞ്ചായത്ത് അധികൃതർ പോളശല്യം കണ്ടില്ല എന്ന് നടിക്കുകയാണെന്ന് ആക്ഷേപം. വൈപ്പിൻ ഫോർട്ട് കൊച്ചി യാത്രാ ദുരിതത്തിന് പരിഹാരമായി 3ാം റോറോ 1 വർഷത്തിനകം. ജങ്കാ നിർമ്മാണത്തിന് മുഴുവൻ തുകയും CSML അനുവദിച്ചതായി മേയർ M അനിൽകുമാർ. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ ഗതാഗതക്കുരുക്കിൽ ജനം വലയുന്നു. ഓണത്തിന്റെ തിരക്ക് കൂടി ആയതോടെ സമയത്ത് ലക്ഷ്യത്തിൽ എത്താൻ കഴിയാതെ യാത്രക്കാർ നട്ടം തിരിയുകയാണ്. AIYF ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി ഫുഡ് കോർണർ സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ഗസൽ ഗായകൻ റഫീഖ് യൂസഫിന്റെ ഗസൽ സന്ധിയും അരങ്ങേറി. എല്ലാവർക്കും നീന്തൽ പരിശീലനം എന്ന ലക്ഷ്യത്തോടെ സമഗ്ര പദ്ധതിയുമായി മുഹമ്മദ് മുഹ്സിൻ MLA ഓളം എന്ന പേരിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നീന്തൽ പരിശീലന പരിപാടി നടപ്പാക്കുന്നു. കൊടലൂർ പെരിക്കാട്ടുകുളത്തിൽ നടന്ന പരിശീലന പരിപാടി MLA ഉദ്ഘാടനം ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് ഹൈക്കോടതി അഭിഭാഷക ക്ലർക്കുമാരും കുടുംബവും ചേർന്നൊരുക്കിയ ആൽബം ശ്രദ്ധേയമാകുന്നു. കാവൽ എന്നു പേരിട്ട ആൽബം സൈനികർക്കുള്ള ആദരമാണ്. രചനയും സംവിധാനവും നിർവഹിച്ചത് അനിൽ ഭാസ്കർ. സംഗീതം ലാൽ പള്ളുരുത്തി. അധ്യാപക കൂട്ടം മലപ്പുറം ജില്ലാ വായനാ മത്സരത്തിൽ P റുഷ്ദ വിജയിയായി. കല്ലിങ്ങൽപ്പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. PTA പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ സമ്മാനം നൽകി. സ്കൂൾ മാനേജർ കോട്ടയിൽ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. മലയാളം മിഷന്റെ പ്രഥമ നീലക്കുറിഞ്ഞി സീനിയർ ഹയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടന മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. 150 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ച മലയാളം മിഷൻ ജീവനക്കാരെ അനുമോദിച്ചു. തൃശൂർ വേലൂർ തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷി കുട്ടികളുടെ പൂന്തോട്ടം സന്ദർശിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ തുടങ്ങിയവർ ചേർന്ന് കളക്ടറെ സ്വീകരിച്ചു. ഓണാഘോഷവും നടന്നു. ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് വയനാട് ദുരന്തബാധിതർക്ക് സഹായവുമായി മറവന്തൂരത്ത് ശാന്തിനികേതൻ LP സ്കൂൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25,000 രൂപ കൈമാറി. വയനാടിന് കൈത്താങ്ങായി താമരച്ചാൽ റാണിമാത കോൺവെന്റ് സ്കൂൾ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സമാഹരിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. സംഭാവന എറണാകുളം ജില്ലാ കളക്ടർ ഏറ്റുവാങ്ങി. കാവാലം സംസ്കൃതിയുടെ അവനവൻ കടമ്പ പുരസ്കാരം മേതിൽ ദേവികയ്ക്ക്. പുരസ്കാര വിതരണം ഈ മാസം 28-ന് വെള്ളയമ്പലത്തുള്ള വിസ്മയ മാക്സിൽ. അടൂർ ഗോപാലകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. സംസ്ഥാന സർക്കാരിന്റെ 2022 ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ബൈജു ചന്ദ്രന് 2 ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നോക്കാം പ്രധാന അറിയിപ്പുകൾ. 10 വർഷം പഴക്കമുള്ള ആധാർ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനും തെറ്റുകൾ തിരുത്താനുമുള്ള അവസാന തീയതി ഇന്ന്. പലതവണ കേന്ദ്ര സർക്കാർ തീയതി നീട്ടി നൽകിയിരുന്നു. കാരുവേലിൽ TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ BTech മെക്കാനിക്കൽ, സിവിൽ, ഫുഡ് ടെക്നോളജി, ബയോമെഡിക്കൽ വിഭാഗങ്ങളിൽ സീറ്റൊഴിവുണ്ട്. ഈ മാസം 23, 24 തീയതികളിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കും. കോട്ടയം ജില്ലയിലെ കൃഷിഭവനുകളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് അവസരം. VHSC പൂർത്തിയാക്കിയവർക്കും അഗ്രികൾച്ചർ, ഓർഗാനിക് ഫാമിംഗ് എന്നിവയിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്കും അപേക്ഷ നൽകാം. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിന് അപേക്ഷിച്ചവരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കോളേജ് ഓപ്ഷനുകൾ ഈ മാസം 19-നകം ഓൺലൈനായി നൽകണം. നോക്കാം ദേശീയ വാർത്തകൾ.
ഗുജറാത്ത് ഗാന്ധിനഗറിലെ മെഷ്വോ നദിയിൽ 8 യുവാക്കൾ മുങ്ങിമരിച്ചു. ഒരാളെ കാണാനില്ല എന്ന് നാട്ടുകാർ. തിരച്ചിൽ തുടരുമെന്ന് പോലീസ്. കനത്ത മഴയിൽ ഡൽഹിയിൽ പലയിടത്തും വെള്ളക്കെട്ട്. സാകേത് മെട്രോ പരിസരത്ത് നിരവധി വാഹനങ്ങൾ വെള്ളത്തിലായി. ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ 3 ദിവസം മഴ തുടരും എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. ഇറാനിലേക്കുള്ള വിനോദസഞ്ചാരത്തെ ബാധിച്ചെന്ന് ഇറാൻ അംബാസഡർ ഇറാജ് ഇലാഹി. ഇറാൻ ഇസ്രയേൽ വൈരം പുതിയ കഥയല്ല. ഇറാൻ തക്ക സമയത്ത് ഇസ്രയേലിനോട് കണക്ക് ചോദിക്കുമെന്നും ഇറാജ് ഇലാഹി. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച ലൈറ്റ് ടാങ്ക് സൊറാവറിന്റെ പരീക്ഷണം വിജയം. പരീക്ഷണം നടത്തിയത് മരുഭൂമിയിൽ ദുർഘടമായ ഉയർന്ന പ്രതലങ്ങളിലും ഉപയോഗിക്കാമെന്നത് സൊറാവറിന്റെ സവിശേഷതയാണ്. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഴിമതി കേസിൽ ഹൈക്കോടതിയിലേക്ക് ഉറ്റുനോക്കി കോൺഗ്രസ്. വിധി പ്രതികൂലമായാലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കരുത് എന്ന് സിദ്ധരാമയ്യയുടെ മുതിർന്ന നേതാക്കൾ. സിദ്ധരാമയ്യ കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഗവർണർ അനുമതി നൽകിയത് ചോദ്യം ചെയ്ത്. ബെല്ലാരി MP തുക്കാറാമിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഹൈക്കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങി കർണാടക BJP. നീക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തുക്കാറാം കള്ളപ്പണം ഉപയോഗിച്ചെന്ന് ED കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ. JDS മുൻ MP പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം 3ാമത്തെ കുറ്റപത്രം നൽകി. നടപടി പാർട്ടി പ്രവർത്തകരെ പീഡിപ്പിച്ചുവെന്ന കേസിൽ 4ാമത്തെ കേസിലും കുറ്റപത്രം ഉടൻ നൽകുമെന്ന് സൂചന. ഉത്തർപ്രദേശ് ബെഹ്റച്ചിലെ നരഭോജി ചെന്നായ്ക്കളിൽ ഒരെണ്ണത്തിന് കൂടി പിടികൂടാനുണ്ടെന്ന് DFO. രാത്രിയിൽ ഉൾപ്പെടെ തിരച്ചിൽ. ആശങ്കയൊഴിയാതെ ജനം. ദിവസങ്ങൾക്കിടെ ചെന്നായി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 10ലേറെ പേർ. തമിഴ്നാട്ടിൽ PhD കോഴ്സുകളുടെ ഗുണനിലവാരം ശരാശരിയിൽ താഴെയെന്ന് ഗവർണർ RN രവി. PhDക്ക് മികച്ച അക്കാദമിക് നിലവാരം ഉള്ളത് ചുരുക്കം ചില സ്ഥാപനങ്ങൾക്ക് മാത്രം. ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണമെന്നും തമിഴ്നാട് ഗവർണർ. ചെന്നൈ രാജീവ് ഗാന്ധി ജനറൽ ആശുപത്രിയിൽ ക്യാൻസർ റേഡിയോളജി വിഭാഗം പ്രവർത്തനം തുടങ്ങിയിട്ട് 100 വർഷം. വാർഷികത്തോടനുബന്ധിച്ച് 2,75 ലക്ഷം രൂപയുടെ പുതിയ ഉപകരണങ്ങൾ ആരോഗ്യമന്ത്രി M. സുബ്രഹ്മണ്യൻ കൈമാറി. തെലങ്കാന പ്രളയത്തിൽ 10,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. കേന്ദ്ര സർക്കാർ ഉടൻ സഹായം പ്രഖ്യാപിക്കണം. പ്രളയത്തിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘത്തെ കണ്ട ശേഷമായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ പ്രതികരണം. വൈദ്യുതി ചാർജ് കൂട്ടിയതിനെതിരെ പുതുച്ചേരിയിൽ ഇന്ത്യ മുന്നണി ഈ മാസം 18-ന് പ്രഖ്യാപിച്ച ബന്ദ് പിൻവലിക്കണമെന്ന് പൊതുമരാമത്ത് മന്ത്രി ലക്ഷ്മി നാരായൺ. ഭൂരിഭാഗം ജനങ്ങൾക്കും സബ്സിഡി നൽകിയിട്ടുണ്ട്. ബന്ദ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് മന്ത്രി. ഇനി നോക്കാം രാജ്യാന്തര വാർത്തകൾ. റഷ്യയ്ക്കെതിരെ യുക്രൈൻ ദീർഘദൂര മിസൈൽ പ്രയോഗിക്കുന്നതിന് പിന്തുണച്ച് കാനഡ. അനുകൂലിക്കാൻ കഴിയില്ലെന്ന് ജർമ്മനി. നാറ്റോ നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് തുല്യമെന്ന ഐക്യരാഷ്ട്രസഭയിൽ റഷ്യ. റഷ്യയ്ക്കെതിരെ കൂടുതൽ ഉപരോധവുമായി അമേരിക്ക. ഉപരോധം 3 സ്ഥാപനങ്ങൾക്കും 2 വ്യക്തികൾക്കും. റഷ്യ ജനാധിപത്യ സമൂഹങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഹെയ്തി അഭയാർത്ഥികൾക്കെതിരെ വാക്കുകൾ കടുപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. അധികാരത്തിലെത്തിയാൽ ഒഹിയോയിലെ ഹെയ്തി വംശജരെ നാട് കടത്തുമെന്ന പ്രഖ്യാപനം. ദുഷ്പ്രചാരണം അവസാനിപ്പിക്കണമെന്നും അമേരിക്കയിൽ വെറുപ്പിന് സ്ഥാനമില്ലെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ. 2.5 ലക്ഷം കെനിയൻ തൊഴിലാളികൾക്ക് വാതിൽ തുറന്ന് ജർമ്മനി. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയും കരാറിൽ ഒപ്പുവെച്ചു. ടുണീഷ്യയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വൻ പ്രതിഷേധ സംഗമം. പ്രസിഡന്റ് കായ് സെയ്ദ് എതിരാളികളെ അടിച്ചമർത്തുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശ ചെയ്യുന്നു എന്നും പ്രതിഷേധക്കാർ. തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 6-ന്. കോങ്കോയിൽ ഭരണം അട്ടിമറിക്കാൻ ശ്രമമെന്ന കുറ്റത്തിന് 37 പേർക്ക് വധശിക്ഷ. പ്രതികളിൽ 4 അമേരിക്കക്കാർ. ബ്രിട്ടൻ, കാനഡ, ബെൽജിയം എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ പൗരൻ വീതവും. ശിക്ഷ വിധിച്ചത് സൈനിക കോടതി. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കൊമോറോസിൽ പ്രസിഡന്റ് അസാലി അസൗമിനിക്ക് നേരെ കത്തിയാക്രമണം. പരിക്ക് ഗുരുതരമല്ലെന്ന് സർക്കാർ വക്താവ്. പ്രതി കസ്റ്റഡിയിൽ. ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനികാഭ്യാസം യുദ്ധ അഭ്യാസിന് രാജസ്ഥാനിൽ തുടക്കമായി. ഈ മാസം 22 വരെ അഭ്യാസം തുടരും. 600 സൈനികർ പങ്കെടുക്കുന്നു. 1950-ന് ശേഷം ആദ്യമായി വിരമിക്കൽ പ്രായം ഉയർത്തി ചൈന. വൈറ്റ് കോളർ ജോലികളിൽ സ്ത്രീകളുടെ വിരമിക്കൽ പ്രായം 55-ൽ നിന്ന് 58 പുരുഷന്മാരുടേത് 60-ൽ നിന്ന് 63-ലേക്ക് ഉയർത്തി. നടപടി രാജ്യത്ത് പ്രായമായവരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ. തായ്വാൻ മേഖലയിൽ വീണ്ടും ചൈനയുടെ പ്രകോപനം. 22 ചൈനീസ് സൈനിക വിമാനങ്ങളും 6 നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിലെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം.
പാകിസ്ഥാൻ തെഹ്രികെ ഇൻസാഫ് ഇന്ന് നടത്താനിരുന്ന പ്രതിഷേധ പരിപാടികൾ റദ്ദാക്കി. കഴിഞ്ഞ ദിവസം പാർട്ടി എംപിമാരെ പാർലമെന്റ് ഹൌസിൽ തടഞ്ഞുവെച്ചതിനെതിരെ രാജ്യത്തുടനീളം പ്രതിഷേധത്തിന് PTI ആഹ്വാനം ചെയ്തിരുന്നു. കറാച്ചിയിൽ കടുത്ത വാതക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കറാച്ചിയുടെ പല ഭാഗങ്ങളിലും ഗ്യാസ് വിതരണം നിർത്തിവെച്ചതായി ഉദ്യോഗസ്ഥർ. പാകിസ്ഥാനിലെ കറാച്ചിയിൽ അനധികൃത പെട്രോൾ പമ്പിൽ തീപിടുത്തം. ഉടമ മരിച്ചു. പെട്രോൾ പമ്പ് പ്രവർത്തിച്ചിരുന്നത് ജനവാസ മേഖലയിൽ. ഇനി നോക്കാം ബിസിനസ് വാർത്തകൾ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും മുൻ മാനേജ്മെന്റിനും എതിരായ കോലൊക്കേഷൻ കേസ് അവസാനിപ്പിച്ച് സെബി. ക്രമക്കേട് നടന്നതിന് തെളിവില്ല എന്ന് വിശദീകരണം. സെബി പിൻവാങ്ങിയത് സ്വമേധയാ എടുത്ത കേസ്. ടൈം മാഗസിന്റെ ലോകത്തെ മികച്ച കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് 22 കമ്പനികൾ. HCL, ഇൻഫോസിസ്, റിലയൻസ്, അദാനി ഗ്രൂപ്പ് ഉൾപ്പെടെ പട്ടികയിൽ ഇടം പിടിച്ചു. അമേരിക്കൻ കാർ നിർമ്മാതാക്കളായ ഫോർഡ് 2 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചുവരവിന് ഒരുങ്ങുന്നു. ഇനി ഊന്നൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ. ചെന്നൈ ഫാക്ടറിയിൽ നിർമ്മാണം പുനരാരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ. പരിശീലന വിമാനങ്ങളുടെ അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പൈലറ്റുമാരുടെ പരിശീലനം ഓഡിറ്റ് ചെയ്യാൻ DGCA. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഫ്ലൈയിംഗ് ട്രെയിനിംഗ് ഓർഗനൈസേഷനുകളിലാണ് ഓഡിറ്റ്. ഭക്ഷ്യ എണ്ണയുടെ ഇറക്കുമതിക്ക് നികുതി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നടപടി തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയ്ക്ക് വില ഇടിഞ്ഞതോടെ. ഇനി നോക്കാം കായിക വാർത്തകൾ. ISL ഇന്ന് 2 മത്സരങ്ങളാണ്. വൈകിട്ട് 5 നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ FC മുൻ ചാമ്പ്യന്മാരായ ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 നടക്കുന്ന 2ാം മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ബംഗളൂരു FCയുടെ എതിരാളികൾ ഈസ്റ്റ് ബംഗാളാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ FC ഫോഴ്സ കൊച്ചി മത്സരം സമനിലയിൽ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലബാർ ഡെർബിയാണ്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ മലപ്പുറം FC കാലിക്കറ്റ് FCയെ നേരിടും. മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 4ാം റൗണ്ട് പോരാട്ടങ്ങൾ ഇന്നു മുതൽ. മാഞ്ചസ്റ്റർ ടീമുകളും ലിവർപൂളും ഇന്നിറങ്ങും. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ ജയം തുടരാൻ റയൽ മാഡ്രിഡ് ഇന്നിറങ്ങും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ റയൽ സോസിഡാഡാണ് എതിരാളികൾ. 4 മത്സരങ്ങളിൽ 8 പോയിന്റുമായി നിലവിൽ. ബാഴ്സലോണയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനത്താണ് റയൽ. സൗദി പ്രോ ലീഗ് ഫുട്ബോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിന് അൽ അഹിലി സൗദിയുമായുള്ള മത്സരത്തിൽ സമനില. അൽ നസറിന് തുണയായത് അവസാന നിമിഷം അൽ അഹിലി താരത്തിന്റെ സെൽഫ് ഗോൾ. ഓസ്ട്രേലിയക്കെതിരായ 2ാം T20യിൽ ഇംഗ്ലണ്ടിന് ജയം. 193 റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ട് 1 ഓവർ ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിന്റെ വിജയക്കുതിപ്പ് തുടരുന്നു. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ കൊല്ലം 3 വിക്കറ്റിന് തോൽപ്പിച്ചു. 173 റൺസ് വിജയലക്ഷ്യം. 1 പന്ത് ബാക്കി നിൽക്കെ കൊല്ലം മറികടന്നു. 8 മത്സരങ്ങളിൽ 7 ജയിച്ച കൊല്ലം 14 പോയിന്റുമായി ലീഗിൽ ഒന്നാമതാണ്. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിന് തകർപ്പൻ ജയം. ആലപ്പി റിപ്പിൾസിനെ 8 വിക്കറ്റിന് തകർത്തു. വിഷ്ണു വിനോദിന്റെ സെഞ്ചുറിയാണ് തൃശൂരിന് ജയമൊരുക്കിയത്. 45 പന്തിൽ 17 സിക്സും 4 ഫോറും ഉൾപ്പെടെ 139 റൺസാണ് വിഷ്ണു നേടിയത്. സൗത്ത് ഏഷ്യൻ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ജേതാക്കൾ. 21 സ്വർണം അടക്കം 48 മെഡലുകൾ ഇന്ത്യ നേടി. 7 രാജ്യങ്ങളിൽ നിന്നായി 210 താരങ്ങൾ പങ്കെടുത്തു. ജൂനിയർ സാഫ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കോട്ടയം സ്വദേശി ജുവൽ തോമസിന് വെങ്കലം. ഹൈ ജമ്പിലാണ് ജുവലിന്റെ വെങ്കല നേട്ടം. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. മാത്യു തോമസ്, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന കപ്പ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. നടൻ ടൊവിനോ തോമസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ട്രെയിലർ ശ്രദ്ധേയമാകുകയാണ്. സുകേഷ് ഷെട്ടി സംവിധാനം ചെയ്ത് രവി ഹിരേമത്തും രാകേഷ് ഹെഗ്ഡെയും ചേർന്ന് നിർമ്മിക്കുന്ന ക്രൈം ഡ്രാമ പീറ്റർ റിലീസിനൊരുങ്ങുന്നു. രാജേഷ് ധ്രുവ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ രവിക്ഷ, ജാൻവി റായല എന്നിവരും പ്രധാന വേഷങ്ങളിൽ. വിരാട് കോഹ്ലിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് നടി രാധിക ശരത് കുമാർ. ദശലക്ഷങ്ങളുടെ ഹൃദയം സ്വന്തമാക്കിയവൻ എന്നാണ് വിരാട് കോഹ്ലിയെക്കുറിച്ച് രാധിക ശരത് കുമാർ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അവസാന വിജയ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് വീഡിയോ ഏറ്റെടുത്ത ആരാധകർ. 69ാമത്തെ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന്. വൈറൽ ട്രെൻഡ്സ്. ഒരു തെരുവ് സർക്കസുകാരൻ പ്രകടനം കൊണ്ട് ചുറ്റുമുള്ളവരെ ഞെട്ടിക്കുന്ന വീഡിയോ കാണാം. ഈ പ്രതിഭയ്ക്ക് കൈയടിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല എന്ന് നെറ്റിസൺസ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ദോശ വൈറൽ. മലേഷ്യയിലെ ഒരു റെസ്റ്റോറന്റാണ് ദോശ തയ്യാറാക്കിയത്.
ഇനി ഫാക്ട് ചെക്ക്. സംഘർഷബാധിതമായ മണിപ്പൂരിലെ ഡ്രോൺ ആക്രമണം എന്ന പേരിൽ വ്യാജ പ്രചാരണം. മ്യാൻമറിൽ നിന്നുള്ള പഴയ ദൃശ്യങ്ങളാണ് മണിപ്പൂരിലേത് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ലക്നൌവിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്ന വ്യാജന തട്ടിപ്പ്. ലക്നൌ സ്വദേശി ഫാറൂഖ് അമൻ അറസ്റ്റിൽ. മത്സര പരീക്ഷകൾ വിജയിപ്പിക്കാമെന്ന വ്യാജന വിദ്യാർത്ഥികളിൽ നിന്ന് പ്രതി പണം തട്ടിയെന്നാണ് പരാതി. ഗസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. 19 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഗസയിൽ പോളിയോ വാക്സിനേഷൻ യജ്ഞത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയായി. 5,60,000 കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകി. പോളിയോ വാക്സിനേഷൻ യജ്ഞത്തിന്റെ ആദ്യഘട്ടം നീണ്ടുനിന്നത് 12 ദിവസമാണ്. ഉത്തർപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു. പെൺകുട്ടിയെ കണ്ടെത്തിയത് കനാലിൽ നിന്ന്. പ്രതികൾ ഒളിവിൽ. പഞ്ചാബിൽ വൻ മയക്കുമരുന്ന് വേട്ട. 1.49 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി. പ്രതികൾ അറസ്റ്റിൽ. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ആഫ്രിക്കൻ രാജ്യമായ അങ്കോള സന്ദർശിക്കാൻ ഒരുങ്ങി US പ്രസിഡന്റ് ജോ ബൈഡൻ. 2015 ശേഷം ഒരു അമേരിക്കൻ രാഷ്ട്രത്തലവൻ ആഫ്രിക്ക സന്ദർശിക്കുന്നത് ഇതാദ്യം. സന്ദർശനത്തിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. വിയറ്റ്നാമിൽ നാശം വിതച്ച യാഗി ചുഴലിക്കാറ്റ്. 233 പേർ മരിച്ചു. 104 പേരെ കാണാനില്ല. 30 വർഷത്തിനിടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണ് ഇത്. ആന്ധ്രാപ്രദേശിൽ ബസും ട്രക്കും കൂട്ടിയിടിച്ച് അപകടം. 7 പേർ മരിച്ചു. 10 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. You are watching 24. ന്യൂസ് പൂർത്തിയാകുന്നു.